നമ്മളിപ്പോൾ പോകുന്നത് ദർവാസ ക്രിയേറ്റർ എന്ന് പറഞ്ഞ ഭൂമിയിലെ ഒരു അത്ഭുതം എന്ന് പറയാം. അത്ഭുതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു അത്ഭുതമൊന്നുമല്ല, ഒരു പ്രതിഭാസമാണ്. പ്രതിഭാസം അത് മാൻമെയ്ഡെന്ന് പറയാം പകുതി. കാരണം ഭൂമിയിൽ നിന്നുള്ള ഗ്യാസ് ഇങ്ങനെ വമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുഴിയാണ്. അത് മൈൻ ചെയ്താണ്. പണ്ട് മൈനിങ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഗ്യാസ് ലീക്കായി. അങ്ങനെ ആൾക്കാർ ആ കുഴിയിൽ ടയർ കത്തിച്ചിട്ടു അതിൻ്റെ ഗ്യാസ് കത്തിച്ച് തീർക്കാൻ വേണ്ടി. അതൊരു തുർക്ക്മെനിസ്ഥാനിലെ ഒരു അട്രാക്ഷനാണ്, ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. മരുഭൂമിയുടെ ഉള്ളിലാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ടുള്ള ട്രാവലാണ്. നമ്മളവിടെയാണ് ഇന്ന് എയർട്ടിൽ അങ്ങനെ പോയി നമ്മൾ അവിടുത്തെ എയർട്ടിലാണ് ഇന്ന് രാത്രി താമസിക്കുന്നത്. അപ്പോൾ നമ്മൾ ദർവാസ ക്രിയേറ്ററും കണ്ട് എയർട്ടിലൊരു മരുഭൂമിയിൽ ഒരു രാത്രി താമസമാണ് ഇപ്പോഴത്തെ പ്ലാന്. അതിന് വേണ്ടിയാണ് പോണേ. അതിന് നമുക്ക് ഏതാണ്ട് 4-4.5 മണിക്കൂർ മൊത്തം ട്രാവൽ ചെയ്യണേ വണ്ടിയിൽ. ഈ ഡ്രൈവേഴ്സ് ഇതിൽ കൂടെ ഡ്രൈവ് ചെയ്യാൻ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആണ്. നല്ല സ്പീഡിലും ഒക്കെയാണ് പോകുന്നത്. നമ്മുടെ വണ്ടികളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ചാണ് അവർ ഡ്രൈവ് ചെയ്യുന്നത്. അതായത് ബാക്കിയുള്ളവർ വിട്ടുപോയി, നമ്മുടെ മുമ്പിൽ കയറി പോയി. ചിലവർ ഇതേ പോകണുണ്ടോ എന്നാ സ്പീഡിലാണ് പോണേന്ന്. വഴിയൊക്കെ ടാറിങ്ങൊക്കെ പൊളിഞ്ഞ് കിടക്കുവാണേ. കാരണം പണ്ട് സോവിയറ്റ് യൂണിയൻ്റെ യുദ്ധകാലത്ത് പണിത റോഡുകളാണ്. പിന്നെ അത് ടാർ ചെയ്തിട്ടേ ഇല്ല. ഇത് മൊത്തം പൊളിഞ്ഞിങ്ങനെ പൊടിയായിട്ട് ഇങ്ങനെ കിടക്കുവാണ്. എല്ലാം ലാൻഡ് ക്രൂസർ ആയതുകൊണ്ട് കുഴിയൊന്നും കട്ടറും ഒന്നും പ്രശ്നമില്ലാണ്ട് വിട്ടടിച്ചാണ് പോകുന്നത്. ഒരു 100 കിലോമീറ്റർ സ്പീഡിലാണ് ഇവർ ഡ്രൈവ് ചെയ്യുന്നത്. നല്ല എക്സ്പീരിയൻസ്ഡ് ഡ്രൈവേഴ്സാണ്. നമ്മുടെ ഇത് പയ്യനാണെങ്കിലും ഇവനും നല്ല എക്സ്പീരിയൻസ്ഡ് ആണ്. ഡ്രൈവിംഗ് കാണുമ്പോൾ അറിയാം. ഇതിങ്ങനെ കാണുന്നതാണെങ്കിലും അത്ര നല്ല ടാറിങ്ങൊന്നുമില്ല. മൊത്തം കുഴികളാണ്. പഴയ ടാർ ചെയ്ത് പൊടിഞ്ഞ് കിടക്കുന്നതാണ്. ചില സ്ഥലത്തൊക്കെ ഉണ്ട് നല്ല ടാറിങ്. ഞങ്ങൾ ഇടയ്ക്ക് വിചാരിക്കും ടയർ പഞ്ചറാവില്ലെന്ന് വിചാരിക്കും. ടാറൊന്നും ഇല്ലാത്ത വഴിയാട്ടോ. ടാറൊന്നും ഇല്ലാത്ത വഴി കൂടെ വിട്ടടിച്ച് പോവാം. ടാറൊന്നും ഇല്ലാത്ത ഈ വഴി കൂടെ പോകണേ 80-90 കിലോമീറ്റർ സ്പീഡിലൊക്കെയാണ്. നമ്മുടെ വണ്ടിയുടെ ടയർ പഞ്ചറായ സുഹൃത്തുക്കളെ, കാരണം അത് ഇതുപോലെയുള്ള ചരലിൽ കൂടെയാണ് ഈ തീർക്കാനും വന്നത്. പിന്നെ വണ്ടിക്ക് സ്റ്റെപ്പിനി ഉണ്ട്. ആ സ്റ്റെപ്പിനി അഴിക്കുവാണ്. അതഴിച്ച് ടയർ മാറുവാണ്. അങ്ങനെ ഈ വലിയ മരുഭൂമിയുടെ നടുക്ക് നമ്മൾ ടയർ മാറുവാണ്. നല്ല ചൂടാണ്, പൊരിഞ്ഞ ചൂട്. പൊരിഞ്ഞ ചൂടെന്ന് പറഞ്ഞാൽ പൊരിഞ്ഞ ചൂട്. ടയറൊക്കെ മാറി പിന്നെ യാത്ര കൂടെ. എന്നിട്ട് നമ്മൾ ഇന്ന് താമസിക്കാൻ പറ്റുന്ന ദർവാസ ക്രിയേറ്ററിൻ്റെ തൊട്ടടുത്ത് എത്താറായി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇവർ മെയിൻ റോഡിൽ നിന്ന് മാറി ഇടയ്ക്കൂടെ ഇങ്ങനെയുള്ള മരുഭൂമി കൂടെ നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്. ഒരു ഓഫ് റൈഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയാണ്. പിന്നെ ഈ പ്രദേശത്തോട്ട് വരുമ്പോഴത്തേനും ഇങ്ങനെ മരുഭൂമി മാത്രമേ ഉള്ളൂ, റോഡൊന്നുമില്ല. എന്ന കാരണം നമ്മളിപ്പോൾ റോട്ടിൽ നിന്ന് വിട്ട് ഈ ദർവാസ ക്രിയേറ്ററിൻ്റെ ഏരിയയിലെത്തി. ഏകദേശം ഏരിയയിലെത്തി. ഇത് അങ്ങ് മലയുടെ അടുത്താണ്, അതിൻ്റെ താഴെയാണ്. അവിടം വരെ നമുക്ക് ചെല്ലണം. നമ്മുടെ കൂടെയുള്ള വണ്ടികളൊക്കെ ഉണ്ട്. ഇപ്പോൾ എല്ലാവരും അടുത്തടുത്തായി. ആദ്യം എല്ലാവരും നല്ല ഗ്യാപ്പിലായിരുന്നു. എനിക്ക് തോന്നുന്നു ഇവർ നിർത്തിയിട്ടായിരുന്നു എന്ന് തോന്നുന്നു നമ്മുടെ ടയർ പഞ്ചറായപ്പോൾ. കാരണം ഇവർക്ക് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ വേണ്ടി പ്രത്യേക ഫോണുകളുണ്ട്. എല്ലായിടത്തൊന്നും റേഞ്ച് ഇല്ല. ഇവർ ഉപയോഗിക്കുന്ന എനിക്ക് വേണ്ട സാറ്റലൈറ്റ് ഫോണെന്ന് തോന്നുന്നു. ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജൊക്കെ വിടുന്ന കണ്ടിട്ടുണ്ട്. അവൻ വിളിക്കാൻ നോക്കിയിട്ട് കിട്ടുന്നില്ലായിരുന്നു. പക്ഷേ ഇവന്മാർ മെസ്സേജ് വിടണ കണ്ടു അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ ഇടയ്ക്ക് അവൻ വിളിച്ചു. ഇടയ്ക്ക് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ എൻ്റെ ഫോണിൽ റേഞ്ച് വന്നു കഴിഞ്ഞപ്പോൾ മറ്റേ വണ്ടിക്കാർ വിളിക്കുന്നത് കണ്ടു. അപ്പോൾ അവർ നിർത്തിയിട്ടേക്കുമായിരുന്നു. എന്നിട്ടിപ്പോൾ നമ്മളെല്ലാവരും ഏകദേശം അടുത്തടുത്ത ഡിസ്റ്റൻസിലാണ് പോകുന്നത്.
ഇനി കുറച്ച് ദൂരോടെ ഉള്ളൂ കേട്ടോ. ഇനി ഒരു 10-15-20 മിനിറ്റ് കൊണ്ടൊക്കെ എത്തുമെന്ന് തോന്നുന്നു കണ്ടിട്ട്. കാരണം ആ മലയുടെ അടുത്തെങ്ങാണ്ടാണിത്. നല്ലൊരു എക്സ്പീരിയൻസ് ആട്ടോ ഈ ഒരു യാത്ര. ഇത് നമ്മൾ പ്രത്യേകം ബുക്ക് ചെയ്തതാണ്, ഒരു പാക്കേജായിട്ട് ബുക്ക് ചെയ്തതാണ്. അതുകൊണ്ടാണ് ഈ സ്ഥലത്ത് വരാൻ പറ്റുള്ളൂ. കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തുർക്ക്മെനിസ്ഥാനിലോട്ട് പ്രത്യേകം പെർമിഷൻ എടുത്ത് വരണം. ഒരു ഏകാധിപത്യം പോലെ, പ്രസിഡൻഷ്യൽ ഭരണമാണെങ്കിൽ പോലും ഒരു ഏകാധിപത്യ ഭരണം പോലെയാണ്. തെരഞ്ഞെടുപ്പൊക്കെ നടക്കുന്നുണ്ട്, പക്ഷേ തെരഞ്ഞെടുപ്പ് നടക്കും. ഇപ്പോൾ ഭരിക്കുന്ന ആൾ തന്നെയായിരിക്കും അടുത്ത പ്രസിഡൻറ്റും. അപ്പം പുള്ളി പറയും ഞാൻ ജയിച്ചു എന്ന് പറയും, ഞാനാണ് ജയിച്ചതെന്ന് പറയും, അത്ര തന്നെ. ഇതിലൂടെയുള്ള ഈ മരുഭൂമി കൂടെയുള്ള ഈ ഡ്രൈവിങ് എക്സ്പീരിയൻസ് നല്ല സൂപ്പറാണ്. കാരണം അവന്മാർ അതുപോലെ ഡ്രൈവ് ചെയ്യുന്നത് കണ്ടോ. നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിലും മറ്റേ വണ്ടി പോകുന്നുണ്ട്, അതിൻ്റെ പൊടിയാണത്. അവന്മാർ പൊടി പുറത്ത് ഇങ്ങനെ പോവാണ്. നമുക്ക് ഓഫ് റൈഡ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. പക്ഷെ നമ്മുടെ വയറ്റിൽ കിടക്കണതൊക്കെ കലങ്ങി മറിയും. പിന്നെ വയറ്റിലിപ്പം നിലവിലൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പമില്ല, അല്ലെങ്കിൽ ചടപാട് തീർന്നേനെ. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ മനസ്സിലായി എന്തുകൊണ്ടാണ് ഈ വണ്ടിയിൽ ഒരു 2 പേരെ അല്ലെങ്കിൽ 3 പേരെ ഇരുത്തണമെന്ന്. നമ്മുടെ തല കൂട്ടി ഇടിക്കാണ്ടിരിക്കാനെന്ന് മനസ്സിലായി. അതുകൊണ്ടോ ഞങ്ങൾ ഇളകി മറിയുവാണ് ഇരുന്ന് എല്ലാവരും കൂടെ. എല്ലാവരും നല്ല ക്ഷീണിതരാണ്. കാരണം ഞാൻ കുറച്ച് നേരം ഇതിൻ്റെ ഇടയ്ക്ക് ഇരുന്ന് ഉറങ്ങി, ആ കുഴി കൂടെ ചാടിയെങ്കിലും. ഇപ്പോൾ പുറകിലൊക്കെ ദേവിച്ചേട്ടനൊക്കെ ഇരുന്ന് നല്ല ഉറക്കമാണ്. ഉറക്കം എന്ന് പറഞ്ഞാൽ ഇത്രയും ഇളകി മറിഞ്ഞിട്ട് അവരിരുന്ന് ഉറങ്ങുകയാണ്. കാരണം അത്ര ക്ഷീണമുണ്ട് നമുക്ക്. മിക്ക ദിവസം നമ്മൾ ഉറങ്ങിയിട്ടില്ല ശരിക്കും, അതുകൊണ്ടുള്ളൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ക്ഷീണമാണ്. അപ്പോൾ ഇന്ന് എങ്ങനെ ഈ ചൂടത്ത് കിടന്ന് ഉറങ്ങുന്ന ഒരു ഐഡിയ ഇല്ല. പിന്നെ രാത്രി ആകുമ്പോഴത്തേനും എനിക്ക് തോന്നുന്ന മരുഭൂമിയിൽ തണുപ്പാവുമെന്നാണ് നമ്മൾ കേട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പിന്നെ എർട്ടിലാണ് കിടന്നുറങ്ങുന്നത്, വലിയ ചൂടുണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കാം. നോക്കാം. സ്കിഡാവാൻ ചാൻസ് കൂടുതലുണ്ട്. നല്ല പിടുത്താട്ടോ ഈ വണ്ടി. അവിടുന്ന് അത്രയും കഴിച്ചത് നന്നായി. ഒത്തിരി കഴിച്ചാർന്നെങ്കിൽ ഇപ്പം. അങ്ങനെ നമ്മൾ എത്താറായത് ആ മലയുടെ, ആദ്യം കണ്ട മലയുടെ അങ്ങ് താഴെയാണ്. ഇപ്പം തന്നെ എത്തും, ഒരു 2-3 മിനിറ്റുള്ളൂ. ഇവിടെ സൂര്യാസ്തമയം കാണാൻ നല്ല രസമാണ്. 8-8:30 ആകുമ്പോഴത്തേനും സൂര്യാസ്തമയം വരും. ഇത് അങ്ങ് കാണുന്ന ഇരട്ടുകളും ഉണ്ടോ, ആ കുഞ്ഞിത്, അതിൻ്റെ അകത്താണ് നമ്മൾ താമസിക്കാൻ പോകുന്നത്. ദർവാസ ക്രിയേറ്റർ അങ്ങ് താഴെ കണ്ടു. ഇത് വലിയ കിണർ പോലെ കണ്ടോ, അതാണ് ദർവാസ ക്രിയേറ്റർ എന്ന് പറയണത്. അതിൻ്റെ അടുത്ത് വണ്ടി നിൽക്കുമ്പോൾ അതിൻ്റെ വലിപ്പം കണ്ടോ, അതിൻ്റെ വലിപ്പം ഇപ്പോൾ മനസ്സിലാവും. ശരിക്കും ഇനി വീഡിയോ എടുക്കുമ്പോൾ അത്ര മനസ്സിലാവില്ലായിരിക്കും. ഇതാണ് കത്തണ കണ്ടോ, ചുമ്മാ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ചൂട്. അങ്ങനെ ഒരു നാച്ചുറൽ പ്രതിഭാസമാണ് കാണുന്നത്. അതുകൊണ്ട് മണ്ണെണ്ണ കത്തും പോലെയാണ് നമ്മൾ ഇത് സാധനം കത്തണേ. അയ്യോ, അവിടെ നിന്ന് ഭയങ്കര ചൂടാ, കാണാൻ പറ്റില്ല ആ ഗ്യാപ്പിൽ. നാച്ചുറൽ ഗ്യാസ് വന്ന് കത്തണാണ്. അതായത് ഡ്രില്ലിങ്ങിന് വേണ്ടി, അതായത് ഭയങ്കര ഇത് ഇപ്പം ഇവിടെ കണ്ടിട്ട് ഇവിടെ ഒന്ന് നോക്കാം. ഉണ്ടോ, ഭയങ്കര ചൂടാട്ടോ. ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാണ്. ഇത് താഴെ കത്തണുണ്ടോ, കണ്ടോ ഉണ്ടോ, അതിലെല്ലാം കത്തുവാണ്. ഇടയ്ക്കിടയ്ക്ക് അത് കൂടുക, താഴത്തെ തീയെ ഇത് അവിടെ കത്തണത്. വലിയൊരു കുളം പോലെയാണ് കണ്ടോ. ഇത് കാണാനാണ് നമ്മളിവിടെ വന്നത്. നമ്മൾ ഏകദേശം ഒരു 4 മണിക്കൂർ ഡ്രൈവ് ചെയ്താണ് ഇവിടെ എത്തിയത്. ഭയങ്കര ഉള്ളിലുള്ള ഇതാണ്. ഇവിടെ
കട്ട പോലെ എന്തോ ഉണ്ടോ. ഭയങ്കര ചൂടാണ്. പേടിയാവും, സൈഡ് ഇടിഞ്ഞു പോകുന്നത് പേടിയാ ഇത് കണ്ടിട്ട്. അതാ ഞങ്ങൾ കണ്ട ഇവിടെ എങ്ങനെ ഉള്ളിലോട്ട് അല്ല ഉണ്ട്, ഉള്ളിലോട്ടല്ലേ ഇടിയാനുള്ള ചാൻസ് ഉണ്ട്. നമ്മളിത് എവിടെയാണോ താമസിക്കുന്നത്? So we are in Darvaza now. Darvaza literally means gate. Yeah. And the whole area around Darvaza is rich in natural gas. So like 30 kilometers, 30 just gas. And this one is a gas crater of Darvaza. We call it like the gate to Sheep, yeah. Okay. or animal, like here, camel, sheep, goat. And they did burn it for this reason as well, because animals, they avoid the fire. Yeah. And yeah, geologists had hoped the fire would go out in a few days, but it has been burning ever since, like more than 50 years now. Yeah. But the amount of the fire inside nowadays is getting lower and lower, because yeah, day and night and burns and burns. In the past, the light of this crater was visible from the main road, but nowadays it's not visible. And some blazes, some flames in the past could reach 15 meters, 1.5, up here. So, but nowadays it's not more than 3 meters. Yeah, the middle one. അധികം അതേപോലെ ഇടിയുന്ന അവിടെ ഇവിടെ കാണണമെങ്കിൽ അവിടെ പോയേക്കാളോ. അല്ലാന്ന് എൻ്റെ സെൻറ്റർ നടുക്ക് നടുക്ക് ഇത് അവിടെ ഞാൻ അവിടെ നിന്നാണ് കണ്ടത്. And this is the car race, and our president took part in that car race, and he ordered to build a fence, but nevertheless it destroyed again. So we don't have heavy rain. No, we don't have. Turkmenistan is an arid country. We have rainy months, April, May, but it rains very rare in our country. So like never stop. It never stop because day and night it consumes like 300 cubic meter gas. So if there is no rain, why the water, we can see oasis and Groundwater coming from the ground. Yeah, so it's a river or valley? where did you see it? On the way. It's ground. It's not a river. I think it's just a It's not canal. there are canals as well. അതിൻ്റെ ഉള്ളിലാണ് നമ്മളിന്ന് രാത്രി താമസിക്കുന്നത്. അങ്ങ് കാണുന്നതിൻ്റെ ഉള്ളിൽ നമ്മൾ വെയിൽ മാറിക്കുമ്പോൾ നമുക്കിവിടെ നടന്നു വന്ന് ഇത് ഫോട്ടോ എടുക്കാമെന്ന് തോന്നുന്നു. But Ashgabat is the most rainy city. നമ്മുടെ ഗൈഡ് ഇതുണ്ടായ കാര്യവും ഇവിടെ ഈ ഫെൻസ് വന്ന കാര്യവും ഒക്കെയാണ് പറയുന്നത്. ഇവിടെ പ്രസിഡൻ്റ് കാർ റാലി നടത്തി കഴിഞ്ഞപ്പോൾ ഓർഡർ ഇട്ടാണ് ഇവിടെ ഫെൻസൊക്കെ കിട്ടിയത്. നരകത്തിൽ തീയിലാണ് നമ്മളിപ്പോൾ നിൽക്കണേ. ഡോർ ടു ഹെൽത്ത് ആണ് ഇത് അറിയപ്പെടുന്നത് തുർക്ക്മെനിസ്ഥാനിൽ. ഇത് കണ്ടോ, നാച്ചുറൽ ഗ്യാസാണ് ഈ കത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലായിടത്തും. ഭയങ്കര ചൂടാട്ടോ ഇവിടെ നിൽക്കുമ്പോൾ. ഒത്തിരി നേരം നിന്ന് പിടിക്കാൻ പറ്റില്ല. ഇടയ്ക്കിടയ്ക്ക് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഇതിപ്പോൾ അവിടെ നിന്നുള്ള കാറ്റ് കുറവാണ്, അതുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്. കാറ്റ് വരുമ്പോഴത്തേക്കും ഭയങ്കര ചൂടാണ് തന്നെ. എൻ്റെ മോൻ പൊള്ളുക, ഭയങ്കര ചൂട് കാറ്റാട്ടോ ഇവിടെ തന്നെ. ഇവിടെ 30 കിലോമീറ്റർ ചുറ്റളവിൽ ഈ നാച്ചുറൽ ഗ്യാസാണ്. ഇതുകൊണ്ടോ ഇങ്ങനെ പരന്ന് കിടക്കുവാണ്. 30 കിലോമീറ്റർ ചുറ്റളവിൽ ഭൂമിയുടെ അടിയിൽ ഗ്യാസാണ്. ഇവിടുത്തെ പ്രസിഡൻറ്റ് ഓർഡർ ഇട്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഇത് മൂടാൻ എന്നാണ് ഇപ്പോൾ ആ പുള്ളി നമ്മളോട് ഗൈഡ് പറഞ്ഞത്. അപ്പോൾ ഇത് എന്താ പ്ലാൻ എന്നൊന്നും ഇവർക്കും അറിയത്തില്ല. ഇട്ട് കഴിഞ്ഞാൽ മൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സൈഡിൽ നിന്ന് എന്തോ പൈപ്പിട്ട് ചെയ്യാനൊക്കെയാണെന്നാണ് ഇവർ പറഞ്ഞത്.
ശരിക്കും ഇത് പണ്ട് ഗ്യാസ് കുഴിക്കാൻ വേണ്ടി കുഴിച്ച ഇതാണ്, പൈപ്പ് ഇറക്കാൻ വേണ്ടിയിട്ടാണ്. അന്നേരം ഇതിങ്ങനെ ഇടിഞ്ഞു പോയി ഇങ്ങനെ ഇതാവുകയാണ് ചെയ്തത്. അങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ അകത്ത് വന്ന് ആടുകളും മൃഗങ്ങളും ഒക്കെ ചാടുമായിരുന്നു. അതുകൊണ്ടാണ് അവർ ടയർ കത്തിച്ച് ഇതിൻ്റെ തൊട്ട് ഇടുക. മാത്രമല്ല പ്രകൃതിയിൽ ഭയങ്കര പൊല്യൂഷൻ വരുമായിരുന്നു ഗ്യാസ് ഇങ്ങനെ വരുന്നതുകൊണ്ട്. അതുകൊണ്ടാണ് ടയർ കത്തിച്ചിട്ട് തീ കൊടുത്തിയത്. അതും ആൾക്കാർ, അതായത് മനുഷ്യൻ ചെയ്തതാണ് തീയിട്ടത്, നാച്ചുറലി തീ പിടിച്ചതല്ല. അതുകൊണ്ട് തന്നെ ഈ ചൂട് ഉള്ളതുകൊണ്ട് മൃഗങ്ങളൊന്നും ഇങ്ങോട്ട് വരില്ല. അതുകൊണ്ടാണ് തീയിട്ടെ. ഇവിടെ നിന്ന് കഴിയുമ്പോൾ നമുക്ക് ആ ഫീൽ അറിയാം. ഇത്ര അകലെ നിന്നിട്ട്, ഇതിപ്പോൾ ഒരു 30 മീറ്റർ അകലെ ഞാൻ നിൽക്കണേ, എന്നിട്ടും മുഖത്തോട്ട് നല്ല ചൂടൻ കാറ്റടിക്കണേ. ഇനി നമ്മൾ ഇവിടെ എർട്ടുണ്ട്, എർട്ടിലാണ് ഇന്ന് രാത്രി താമസം. നമുക്ക് നൈറ്റ് വ്യൂവും കുറച്ച് കഴിയുമ്പോൾ വന്നെടുക്കാം. ഇതിൻ്റെ ഡെയിലെ വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. ഡെയിലി അല്ല, ഇപ്പോൾ ഇവിടെ ഏകദേശം 6 മണി കഴിഞ്ഞു, 7 അപ്പോൾ നമുക്ക് രാത്രിയാകുമ്പോൾ വന്നെടുക്കാം. ഓൾ നൈറ്റ് നമ്മൾ ഇവിടെയാണ് താമസിക്കുന്നത്, ഈ എർട്ടിലാണ് താമസിക്കുന്നത്. നമ്മുടെ ഫുൾ ടീമുണ്ട്. അങ്ങനെ ഒരു നാച്ചുറൽ വണ്ടറും കൂടി കണ്ടു. നമ്മുടെ ഗ്യാസ് കേറ്ററിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങോട്ട് നടന്ന് നമ്മുടെ താമസിക്കണ എൻ്റെ അടുത്തെത്തി. ഇത്രയായി കുറേ നടക്കാനുണ്ട്. നിയർലി 1 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ ഇതാണ് എർട്ട്, മരുഭൂമിയിൽ താമസിക്കുന്നത്. ഇതിലാണ് നമ്മൾ രാത്രി താമസിക്കുന്നത്. എവിടെ നമ്മുടെ ഇതെവിടെ പറഞ്ഞോ? ടോയ്ലറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി അടുത്ത കാഴ്ചകൾ, കൂടുതൽ കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കാണുന്നവർ. താങ്ക് യു.